ശ്രീപത്മനാഭസ്വാമി നാരായണ പത്മ. വിഷ്ണു സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് വേദവ്യാസൻ എന്ന വ്യാസാചാര്യരെ കുറിച്ചുള്ള വരികളാണ് പറയുന്നത്. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുഗതാദം തപോനിധിം. അതായത് വ്യാസാചാര്യൻ എന്ന വ്യാസദേവന് വേദവ്യാസമുനിയെ കുറിച്ചുള്ള വരികളാണ്. കാരണം എന്താണെന്ന് നമുക്കറിയാം. മുൻപ് പറഞ്ഞതുപോലെ മഹാഭാരതത്തിലാണ് വിഷ്ണു സഹസ്രനാമം അവതരിച്ചിരിക്കുന്നത്. അതിനാൽ ആ അവതാര പ്രഭാവത്തിന് കാരണം ആരാണ്? വ്യാസാചാര്യനാണ്. അപ്പോൾ വേദവ്യാസനെ വണങ്ങാതെ നമുക്ക് മുന്നോട്ട് ഈ ജപം തുടരാനേ ആകില്ല. അതിനാലാണ് വ്യാസാചാര്യരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ വേദവ്യാസൻ എന്നുള്ള കൃഷ്ണദ്വൈപായന വ്യാസനെ കുറിച്ചാണ് പറയുന്നത്. വ്യാസൻ എന്നാൽ ഒരു പദവിയാണ് എന്ന് നമുക്കറിയാം. പദവി എന്നാൽ കമ്പൈലർ എന്നാണ്. അതായത് പലതിനെയും ക്രോഡീകരിച്ച് മറ്റൊരു ശക്തമായ കൃതി അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം നിർമ്മിക്കുന്ന ആ ആചാര്യനെയാണ് വ്യാസൻ എന്ന് പറയുന്നത്. ഇവിടെ വ്യാസൻ എന്ന് കൃത്യമായി പറയാൻ കാരണം കൃഷ്ണദ്വൈപായന വ്യാസൻ എന്ന ആ വ്യാസാചാര്യരെ കുറിച്ചാണ്. അദ്ദേഹമാണ് ഈ പറയുന്ന മഹാഭാരതം എന്ന നമ്മളുടെ മഹത്തായ ഗ്രന്ഥം രചിക്കാനുണ്ടായ ആൾ. അപ്പോൾ ഇവിടെ വ്യാസം അതായത് വ്യാസിപ്പിക്കുന്നതാരാണ്? ഇവിടെ ഈ ഗ്രന്ഥം വസിഷ്ഠനപ്താരം, ഭഗവാൻ ശ്രീ പുരുഷോത്തമനായ ആ ശ്രീരാമചന്ദ്രദേവന്റെ കുലഗുരുവായ വസിഷ്ഠൻ, യോഗവാസിഷ്ഠം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വസിഷ്ഠാചാര്യരുടെയും അരുന്ധതി ദേവി, അതായത് അരുന്ധതി നക്ഷത്രം, ഇവരുടെ പുത്രനായ ശക്തി എന്ന മുനി, ശക്തി ഋഷി, അതാണ് അടുത്തത്. ശക്തേ പൗത്രമകൽമഷം. അപ്പോ വ്യാസാചാര്യന്റെ മുത്തച്ഛന്റെ അച്ഛൻ, അതായത് മുതുമുത്തച്ഛനാണ് വസിഷ്ഠൻ. വസിഷ്ഠൻ എന്ന ആ ഗുരുവിന്റെ മകനാരാണ്? ശക്തി ഋഷി. ഈ ശക്തി ഋഷിയെ മഹാരാജാവായ കൽമഷപാദരാണ് വധിക്കുന്നത്. അതിനാലാണ് കൽമഷം. ഒരർത്ഥവും കൂടി ചേർക്കുക, അകൽമഷം, ഒരു തരത്തിലുള്ള പിഴകളോ തെറ്റുകുറ്റങ്ങളോ ഇല്ലാത്തതിനാൽ വ്യാസൻ. അങ്ങനെ രണ്ടർത്ഥങ്ങളും ഒരുമിച്ചാണ് പറയുന്നത്. അതാണ് ശക്തി, അതായത് ശക്തി ഋഷിയുടെയും അദൃശ്യന്തി എന്ന അമ്മയിൽ പിറന്ന കുഞ്ഞാണ്. അപ്പോൾ അതാരാണ് ആ കുഞ്ഞ്? പരാശരാത്മജം വന്ദേ. പരാശരമുനിയിലും സത്യവതിയിലും പിറന്നതാണ് വ്യാസാചാര്യർ. ഇപ്പോൾ ഇവിടെ ഒരു ലീനിയേജിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഈ മഹാഭാരതം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? കൃഷ്ണദ്വൈപായന വ്യാസനാണ്. അത് കൃത്യമായ ആ ലീനിയേജ് നമ്മൾ ഇനിഷ്യൽ പറയുന്നത് പോലെ ഉറപ്പിക്കുകയാണ്. ഈ പറയുന്നത് ഈ വ്യാസാചാര്യരെ കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ്. എന്നാൽ വ്യാസൻ എന്ന പദത്തെക്കുറിച്ച് പിന്നെ പറയും. ഇവിടെ പറയുന്നത് ആരാണപ്പോ? പരാശരാത്മജം വന്ദേ ശുഗതാദം തപോനിധിം. അടുത്തത് വളരെ കൃത്യമായ ഒരു വാക്കാണ്. ശുഗബ്രഹ്മ ഋഷി, ഭാഗവതത്തിന്റെ രഹസ്യം പ്രചരിപ്പിക്കുന്ന ഉള്ളടക്കിയ ശുഗൻ, ആ ശുഗാചാര്യന്റെ തപോനിധി. ആരാണ് താതൻ? അച്ഛൻ. അപ്പോൾ ശുഗബ്രഹ്മ ഋഷിയുടെ അച്ഛനായ വ്യാസാചാര്യരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് വളരെ പിൻ പോയിന്റ് ചെയ്ത് കൃത്യമായിട്ട് പറയുകയാണ്. അതാണ് ഈ വരി. തപോനിധിം. നേരത്തെ അകൽമഷം എന്ന് പറയുന്നത് പോലെ ഇവിടെ തപോനിധിം എന്നാണ് പറയുന്നത്. തപസ്സിന്റെ അർത്ഥവും ആഴവും വാക്കുകൾ കൊണ്ട് ഒരിക്കലും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതിനാലാണ് നിധിം എന്ന് ചേർക്കുന്നത്. കാരണം നിധി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിസിക്കൽ ബോഡി, ഫിസിക്കലി എന്തോ ഉണ്ട് എന്നുള്ളൊരർത്ഥം കിട്ടും. സ്വർണം, തങ്കം, അല്ലെങ്കിൽ വിലമതിക്കാനാവാത്ത എന്തൊക്കെയോ അമൂല്യങ്ങളായ എന്തൊക്കെയോ ഉള്ളതാണ് നിധി. ഇവിടെ തപോനിധിം, ആ ആഴമുള്ള അനുഭവമുള്ള
ബ്രഹ്മസ്വരൂപമായ തപസ്സിന്റെ നിധിയായവനെ. ആരാണ്? വ്യാസാചാര്യരെ. അങ്ങനെയുള്ള വ്യാസാചാര്യനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതാണ് ഈ വരികൾ. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുഗതാദം തപോനിധിം. ശാന്തി ശാന്തി ശാന്തി. ശ്രീ പത്മനാഭ നാരായണ ശരണം. പത്മ.